അദ്ദേഹം ഒരു സൈലൻസ് ആണ് മറുപടി തന്നത്. എങ്ങനെയാണ്? മറുപടി ഇല്ല. എന്തുകൊണ്ടാണ്? പക്ഷെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയോട് പറഞ്ഞ് ഇദ്ദേഹത്തിനെ നമുക്ക് തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാം. പക്ഷേ ഈ കൗൺസിലിംഗ് എൻ്റെ അടുത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വ്യക്തിപരമായി പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായാലും നിങ്ങൾ ചിന്തിച്ചു. 14, 15, 16 വയസ്സ് മുതലാണ് അദ്ദേഹം എന്തുപയോഗിച്ചു തുടങ്ങിയത്? ലഹരി ഉപയോഗിച്ചു തുടങ്ങിയത്. അതാണ് 16 വയസ്സ് മുതൽ ഇല്ല, 16 വയസ്സുള്ള ആളുണ്ട്, 15 വയസ്സ് മുതൽ കൈപൊക്കി, 15 വയസ്സുള്ള ആളുണ്ട്, 14 വയസ്സ് മുതൽ കൈപൊക്കി, 14 വയസ്സുള്ളവരുണ്ട്. ഈ പ്രായം മുതലാണ്, അതായത് 14 വയസ്സ് 13 വയസ്സ് മുതലാണ് ആ ബാല്യം. അതായത് നിങ്ങൾക്ക് ലഹരി എന്താണ് അറിയാമോ? അറിഞ്ഞൂടാത്ത ഒരു കാലഘട്ടത്തിൽ പോലും അവര് ലഹരി കണ്ടെത്തി എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന്റെ 26 വയസ്സ് വരെ, അതായത് 26 വയസ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ആ 10 വർഷം കണ്ടിന്യൂ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നറിയാമോ? ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വന്നു. അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? എന്താണ്? നമ്മുടെ ബ്രെയിനിനകത്തുള്ള എല്ലാ ന്യൂറോളജിക്കൽ കാര്യങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകും. സെല്ലുകൾ നഷ്ടപ്പെടും. നമ്മുടെ ആ ബാല്യം അല്ലെങ്കിൽ ആ കൗമാരം എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ നഷ്ടപ്പെടും. അദ്ദേഹം ഒരു ഭ്രാന്തനായി മാറും. ഭ്രാന്ത് അറിയാമോ? ഭ്രാന്താണെങ്കിൽ നമുക്ക് ചികിത്സിച്ചാൽ മാറും. ഭ്രാന്താണെങ്കിൽ നമുക്ക് ചികിത്സിച്ചാൽ മാറും. ഭ്രാന്ത് എന്തുകൊണ്ടുണ്ടാവും? നമുക്ക് മാനസിക സംഘർഷം വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതൊരു മാനസികമായി മനോനില തെറ്റുന്നു എന്ന് പറയും. പക്ഷെ അത് നമുക്ക് ഒരു